ലാലേട്ടൻ എൻട്രി പറഞ്ഞാൽ സിമ്പിൾ എൻട്രി കിട്ടുമായിരുന്നു. ലാലേട്ടൻ വരുന്നു, ലാലേട്ടൻ ഒരു മോട്ടിവേഷണൽ സ്പീച്ച് പോലെ ലാലേട്ടൻ സംസാരിക്കുന്നു വിസ്മയുടെ അടുത്ത്. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ. അങ്ങനെ അവിടെ നിന്ന് അങ്ങനെ പോകേണ്ട സിനിമ പെട്ടെന്ന് ടു ബി ഫ്രാങ്ക് നശിപ്പിച്ച് കളഞ്ഞു. ഒരൊറ്റ സീനിന് ഒരു സിനിമ സ്പോയിൽ ചെയ്യാന്നുള്ള എൻ്റെ പെർഫെക്റ്റ് എക്സാമ്പിളാണ് ഈ സിനിമ. ലാലേട്ടൻ ആരാ നമുക്ക് ഇവർ ഈ സിനിമയെ കൂടെ കാണിച്ചു തരണം? അല്ലെങ്കിൽ ലാലേട്ടൻ ഫൈറ്റ് ചെയ്യും, അല്ലെ ലാലേട്ടൻ ഓറയുണ്ട്, ലാലേട്ടൻ മാസ് കാണിക്കും. ഇതൊക്കെ കാണിക്കാൻ വേണ്ടി എടുത്ത സിനിമയാണോ? അതല്ല, ഇത് വിസ്മയുടെ സിനിമയാണ്. ആ ക്യാരക്ടറിന്റെ സിനിമയാണ്, ആ ക്യാരക്ടറിന്റെ ജേണിയാണ്, ആ ക്യാരക്ടറിന്റെ സ്ട്രഗിൾ ആണ്, ആ ക്യാരക്ടറിന്റെ എക്സിസ്റ്റൻസ് ആണ്, അവരുടെ ഫൈറ്റിംഗ് ആണ് ഈ സിനിമ. 100% ഞാൻ യോജിക്കുന്നു. അതിനകത്ത് ലാലേട്ടൻ വന്ന് ഡയലോഗ് അടിച്ച് പോയ ശരി. ഇത് ഹൃദയപൂർവ്വം സിനിമയിൽ ഇതുപോലെ ഉണ്ടായിരുന്നു. സത്യകാട് കാണിച്ചത് ലാലേട്ടൻ്റെ ഫൈറ്റ്. ഏത് ബൈപ്പാസ് കഴിഞ്ഞ് ഹാർട്ട് പേഷ്യൻ്റ് ആയിട്ടുള്ള ലാലേട്ടൻ ഫൈറ്റ് ചെയ്യുന്നു. അതെന്തിനാടാ പന്നിപ്പ പറഞ്ഞതല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ല. വളരെ മോശം എന്ന് പറഞ്ഞാൽ ഇത്രയും മോശം ഒരു സീന് അവിടെ കൊണ്ടുവച്ചത്. എന്ത് കാര്യത്തിന്, ആർക്ക് വേണ്ടി? ഫാൻസിന് കാണാൻ വേണ്ടിട്ടോ. ഇതൊക്കെ എന്റെ തലയിലാവൂലോ. ഫാൻസിന് കാണാൻ വേണ്ടി ഖലീഫയിൽ ലാലേട്ടൻ വന്നോട്ടെ, അങ്ങനത്തെ പടത്തിൽ വന്നോട്ടെ. ഇനി ബബ്ബയിൽ വന്നിട്ട് അവരാഴ്ചയാണെങ്കിൽ അതിൽ ലാലേട്ടൻ വന്ന് പോയിട്ട്. ഇത് ഇങ്ങനെ ഒരു സിനിമയിൽ നല്ല ഫ്ലോയില് ഒരു അത്യാവശ്യം ഗ്രിപ്പിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സിനിമയുടെ മൊത്തം ടെമ്പറമെന്റ് നശിപ്പിച്ച് ആ മൊമെന്റം മൊത്തം കൊണ്ട് കളഞ്ഞ് പടം കാണാനുള്ള മൂടെ പോയി. പിന്നെ ലാലേട്ടൻ വന്ന ഫൈറ്റ് ചെയ്തതിന് ശേഷം എന്തിനാ ഫൈറ്റ്? അതൊരു റെസ്റ്റോറൻറ്റിനകത്തുള്ള ഒരു കൂതറ ഫൈറ്റ്. അത് എന്തിനാ, ആർക്ക് വേണ്ടിയിട്ട് അത് ആ ഫൈറ്റ്? എനിക്ക് മനസ്സിലായിട്ടില്ല. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. അങ്ങനെ ഒരു സിനിമയെ മൊത്തം നശിപ്പിക്കുന്ന ഒരു സീൻ അവിടെ കുത്തിക്കാരിയത്. ഇനിയിപ്പോൾ ആന്റണി പെരുമ്പ അവർ കൊണ്ടാണോ, അല്ലെങ്കിൽ ജൂഡ ആന്റണി ജോസഫിന് ബുദ്ധിയില്ലേ? എൻ്റെ ലാലേട്ടൻ അങ്ങനെ ക്യാരക്ടർ ചെയ്യുമ്പോൾ ലാലേട്ടൻ ഇത്രയും സിനിമയിൽ അഭിനയിച്ച ഒരാളല്ലേ ഇത്രയും വർഷങ്ങളായിട്ട്. അപ്പൊ ലാലേട്ടന് സെൻസ് ഇല്ലാതെ വന്നു. ഞാൻ മാത്രമല്ല, അവരെല്ലാവരും ആന്റണി പെരുമ്പാവൂരെന്ന് ചോദിക്കുക, ഇതേതാ ചേട്ടൻ? പുള്ളിയുടെ റെസ്റ്റോറന്റ് അടിച്ച് നശിപ്പിച്ച് താറുമാറാക്കിയിട്ട് ഇതേതാ ചേട്ടൻ? നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അയ്യോ, ഇത് കുടുംബ സംഗമല്ലല്ലോ, ഇത് സിനിമയല്ലേ. ഇതിൽ അഭിനയിക്കുന്ന ക്യാരക്ടേഴ്സ് അല്ലേ. വിസ്മയ മോഹൻലാലിനെ കാണാനല്ലോ നമ്മൾ പോകുന്നത്, ആ സിനിമ കാണാനല്ലേ പോകുന്നത്. അതിലവർ നന്നായി ചെയ്തു കഴിഞ്ഞാൽ, അവരെ ക്യാരക്ടർ നന്നായി വന്നു കഴിഞ്ഞാൽ അല്ലേ ആ ഫ്ലോയിൽ സിനിമ പോകുള്ളൂ. അത് നശിപ്പിച്ച് കളഞ്ഞു. എന്നിട്ട് കുറെ റിയൽ ലൈഫായിട്ട് കണക്ട് ആവുന്ന രീതിയിൽ ലാലേട്ടൻ ഇങ്ങനെ പറയാം, ഇത് നിന്റെ തുടക്കമാണ്, ഇത് വിസ്മയ മോഹൻലാലിന്റെ തുടക്കമാണ്. നമുക്കറിയാം. അത് ലാലേട്ടൻ വന്ന് നമ്മളെടുത്ത് ഡയലോഗ് കൂടെ പറഞ്ഞ് ലാലേട്ടൻ്റെ മകളാണ് എസ്റ്റാബ്ലിഷ് ചെയ്ത്. അങ്ങനെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വേസ്റ്റഡ്. പിന്നെ അതുപോലെ തന്നെ പിന്നെ പറയാണ് മേക്ക് ഡാഡ് പ്രൗഡ്, മേക്ക് ഡാഡ് പ്രൗഡ്. അത് സായികുമാറിനെ കുറിച്ചാണ് പറയുന്നത്. ആക്ച്വലി ഇത് ലാലേട്ടനെ കുറിച്ച് തന്നെ പറയുന്ന, മകളെ കുറിച്ച്. ആണ് ലാലേട്ടൻ വന്നിട്ട് കൊള്ളമാക്കി കളഞ്ഞു. ലാലേട്ടൻ്റെ ഒരു ഫൈറ്റിന്റെ ഓരാവശ്യം തികച്ചും അനാവശ്യം. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.